ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെക്ടോൺ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിസാൻ്റെ ഓണം ഓഫറുകളാണ്. നിസാൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഈ 2026 ഓണത്തിന് ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ടെക്ടോണിനും ബെനിഫിറ്റ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഓഫർ ലഭിക്കുന്നത് നമ്മളുടെ മാഗ്നൈറ്റിന് തന്നെയാണ്. 1,21,000 രൂപ ഒരു ഓഫറാണ് മാഗ്നൈറ്റിൽ ലഭിക്കുന്നത്. ടോട്ടൽ ബെനിഫിറ്റാണ്. ഇനി ഗ്രാവൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 60,000 രൂപ വരെ ടോട്ടൽ ബെനിഫിറ്റ് ഗ്രാവൈറ്റിന് ലഭിക്കുന്നുണ്ട്. ടെക്ടോണിനും ഉണ്ട് 75,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും 5 കൊല്ലത്തെ സർവീസ് പാക്കേജ്, ഏകദേശം 45,000 രൂപ കോസ്റ്റ് വരുന്ന സർവീസ് പാക്കേജ് നിങ്ങൾക്ക് ഈ ഓണം സമയത്ത് ടെക്ടോൺ എടുക്കുകയാണെങ്കിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളുടെ ബെസ്റ്റ് വേരിയൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റുകളുടെ ഓഫറിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓണത്തിന് വാഹനം എടുക്കുകയാണെങ്കിൽ 5.5 ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് നിസാൻ്റെ വാഹനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും, ഇൻക്ലൂഡിങ് ടെക്ടോൺ. അപ്പോൾ ഏതെല്ലാം വേരിയൻറ്റുകൾക്ക് എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, മറ്റ് ബെനിഫിറ്റ് എന്തെല്ലാമാണ് ലഭിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് മാഗ്നൈറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിസാൻ്റെ വാഹനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് നമ്മളുടെ മാഗ്നൈറ്റാണ്. മാഗ്നൈറ്റിന് മൊത്തം 1,21,000 രൂപ വരെയാണ് ബെനിഫിറ്റ് ലഭിക്കുന്നത്. അതിൽ 40,000 രൂപ സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ടും 50,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസുമാണ് ലഭിക്കുന്നത്. നിസാൻ്റെ വാഹനങ്ങളൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിലാണ് 50,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മറ്റ് കോർപ്പറേറ്റ് ഓഫർ, പിന്നെ ഇൻഷുറൻസിലെ ഡിസ്കൗണ്ട്, അങ്ങനെ എല്ലാമാണ് മൊത്തം 1,21,000 രൂപ വരെ ഓഫർ കിട്ടുന്നത്. മാഗ്നൈറ്റിലെ ബേസ് വേരിയൻറ്റ് വിസിയ വേരിയൻറ്റ് നിങ്ങൾക്ക് 6,55,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി ബേസ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെങ്കിൽ 7,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് കിട്ടും. അതായത് 7 ലക്ഷം രൂപ ബഡ്ജറ്റിന് ഒരു വലിപ്പമുള്ള വലിയ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓട്ടോമാറ്റിക് എല്ലാം ഒരു സെഗ്മെൻറ്റ് താഴെയുള്ള വാഹനങ്ങളായിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ വാഹനം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് മാഗ്നൈറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ മാഗ്നൈറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു CVT ഓട്ടോമാറ്റിക് ആണ് നോക്കുന്നത് എങ്കിൽ അസൻഡ ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക് കിട്ടും. 10 ലക്ഷം രൂപയാണ് പ്രൈസ്. ആ ഒരു 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഒരു CVT ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഒരു ടർബോ പെട്രോൾ വിത്ത് CVT കോമ്പിനേഷൻ നമ്മളുടെ മാഗ്നൈറ്റ് മാത്രമാണ്. പിന്നെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് നമ്മളുടെ എൻ കണക്റ്റ വേരിയൻ്റ് ആണ്. എൻ കണക്റ്റ വേരിയൻറ്റിൻ്റെ മാനുവൽ ആണെങ്കിൽ 8,45,000 രൂപയും AMT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 9,80,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനിയും ടർബോയിലേക്ക് പോയി കഴിഞ്ഞാൽ ടർബോ പെട്രോൾ ആണെങ്കിൽ 9,90,000, ടർബോ CVT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10,95,000 രൂപയുമാണ് പ്രൈസ് വരുന്നത്. എൻ കണക്റ്റ് ആണ് ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയാവുന്നത്. അതുപോലെ തന്നെ മാഗ്നൈറ്റിലെ ഒരു ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ CVT ഓട്ടോമാറ്റിക് എടുക്കാനാണ്. ഓടിക്കാൻ നല്ല രസമുള്ള ഒരു ഓട്ടോമാറ്റിക്കാണ്. അതല്ല ബഡ്ജറ്റാണ് നിങ്ങൾ നോക്കുന്നത്, ഒരു 7-7.5 ലക്ഷം രൂപ ബഡ്ജറ്റിലൊരു നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നുണ്ട്, AMT ആണെങ്കിലും കുഴപ്പമില്ല എങ്കിൽ ഇതിൻ്റെ AMT ഓപ്ഷനുകളും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഗ്രാവൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാവൈറ്റിന് നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് കിട്ടുന്നത് 60,000 രൂപ വരെയാണ് ടോട്ടൽ ബെനിഫിറ്റ്. അതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ടായിട്ട് 35,000 രൂപയും 25,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസാണ് ലഭിക്കുന്നത്. ഗ്രാവൈറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് തന്നെയാണ്. 6,74,000 രൂപ, അതായത് 7 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഗ്രാവൈറ്റിൻ്റെ ബേസ് വിസിയ വേരിയൻറ്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 ലക്ഷം രൂപ താഴെ നിങ്ങൾക്ക് ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. അതായത് 7 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 7 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല മറ്റ് മൾട്ടി പർപ്പസ് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ആ വാഹനം യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് 5 സീറ്റർ വേണം, എന്നാൽ കുറച്ചുകൂടി ലഗേജ് സ്പേസ് വേണം എന്നുള്ള കോൺസെപ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റിന് നമ്മളുടെ ഗ്രാവൈറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഗ്രാവൈറ്റിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഇവിടെയും എൻ കണക്റ്റ വേരിയൻറ്റ് തന്നെയാണ്. കാര്യം എൻ കണക്റ്റാണ് ഒരു മിഡ് വേരിയൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഗ്രാവൈറ്റിലെ എൻ കണക്റ്റ വേരിയൻറ്റ് ഓൺവേർഡ്സ് നമുക്ക് AMT ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. എൻ കണക്റ്റ മാനുവൽ വേരിയൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 8,36,000 രൂപയ്ക്കും അതിൻ്റെ AMT ഓട്ടോമാറ്റിക് 8,90,000 രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 8,90,000 അതായത് 9 ലക്ഷം രൂപ താഴെ ഒരു 7 സീറ്റർ, അതും AMT ഓട്ടോമാറ്റിക്കിൻ്റെ കൺവീനിയൻസോടുകൂടി ലഭിക്കുന്നു എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തന്നെ നമ്മളുടെ റെനോ വേർഷനായിട്ടുള്ള ഡ്രൈവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവറിൽ ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻഡിലാണ്. ഏകദേശം 10 ലക്ഷം രൂപ കൂടുതൽ അതിന് പ്രൈസും വരുന്നുണ്ട്. 11 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2 ലക്ഷം രൂപ ലാഭത്തിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെ നിങ്ങൾക്ക് ഗ്രാവൈറ്റ് വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ അത്യാവശ്യം ഓണം ബെനിഫിറ്റും അതിന് അവൈലബിൾ ആണ്. അടുത്ത വാഹനം ടെക്ടോൺ ആണ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നതും ടെക്ടോണിൻ്റെ ഓഫർ അറിയാനാണെന്നറിയാം. ടെക്ടോൺ ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് നമുക്ക് ലോഞ്ച് കാര്യങ്ങൾ നടന്നത്.
പക്ഷേ നമുക്ക് ക്യാഷ് ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും ടെക്ട്രോണിൽ വരുന്നില്ല. സ്ട്രേറ്റ് അവേ എക്സ്ചേഞ്ച് ബോണസാണ് നിസാൻ കൊടുത്തിരിക്കുന്നത്. നിസാൻ്റെ വാഹനം അല്ലെങ്കിൽ റെനോയുടെ വാഹനമായിട്ടാണ് ടെക്ട്രോൺ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ സ്ട്രേറ്റ് അവേ 75,000 രൂപ വരെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബെനിഫിറ്റ് ലഭിക്കും. അതല്ല മറ്റു വാഹനങ്ങളുമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ 50,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസാണ് ലഭിക്കുന്നത്. അതുകൂടാതെ 5 കൊല്ലത്തെ സർവീസ് പാക്കേജ്, അതായത് 45,000 രൂപ വെർത്തായിട്ടുള്ള സർവീസ് പാക്കേജ് ഈ ഓണം സീസണിൽ ടെക്ട്രോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് 5 കൊല്ലം നിങ്ങൾക്ക് വേറെ 1 രൂപയും സ്പെൻഡ് ചെയ്യാണ്ട് ഈ ഒരു വാഹനം കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഒരു ബിഗ് അഡ്വാൻറ്റേജ്. ഇനി ടെക്ട്രോണിൻ്റെ ബേസ് വേരിയൻറ്റ്, ബേസ് വിസിയ വേരിയൻറ്റ് നമ്മളുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലാണ് വരുന്നത്. ആ വാഹനം നിങ്ങൾക്കിപ്പോൾ 12,60,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ആ വാഹനത്തിലും നിങ്ങൾക്ക് ഓഫർ കാര്യങ്ങൾ എലിജിബിൾ ആണ്. പക്ഷേ എക്സ്ചേഞ്ച് ബോണസ് ഒന്നും ബേസ് വേരിയൻറ്റിന് കൊടുത്തിട്ടില്ല. സെക്കൻഡ് വേരിയൻറ്റ് ഓൺവേർഡ്സ് ആണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങൾ ലഭിക്കുന്നത്. അതല്ല നിങ്ങൾ ഇത്രയും വലിപ്പമുള്ളൊരു വാഹനം, വലിയ വാഹനം, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഇതിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കാനായിരിക്കും. ആ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഓടിക്കാൻ നല്ല രസമാണ്. അത് വിത്ത് ആ 1.3 നമ്മുടെ ടർബോ പെട്രോൾ എഞ്ചിനുമായിട്ട് പെയർ ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു വാഹനമാണ്. അതിൻ്റെ ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നതെങ്കിൽ 18 ലക്ഷം രൂപയ്ക്ക് അസൻഡ DCT വേരിയൻറ്റ് കിട്ടും. ഈ DCT വേരിയൻറ്റ് നിങ്ങൾ വാങ്ങിക്കുന്ന സമയം, അസൻഡ വേരിയൻറ്റ് DCT ആണ് വാങ്ങുന്നത് എങ്കിൽ നിങ്ങളൊരു വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നിസാൻ്റെ വാഹനമാണെങ്കിൽ 17,25 എന്നൊരു പ്രൈസിന് നിങ്ങൾക്ക് ആ വാഹനം ഓൺ റോഡ് കിട്ടും എന്നുള്ളതൊരു ബിഗ് അഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്തൊരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് ഇതിൻ്റെ മെൻ കണക്റ്റ വേരിയൻ്റ് ആണ്. ഒരു പക്ക വെർത്തായിട്ടുള്ള വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറയാം. എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും ആ ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. എൻ കണക്റ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ കണക്റ്റ മാനുവൽ ആണെങ്കിൽ നമുക്ക് 15,75 1 ലിറ്റർ ടർബോ. ഇനി 1.3 ടർബോ മാനുവൽ ആണ് എങ്കിൽ 18,10,000 രൂപയും. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ, അതായത് നമ്മുടെ 1.3 DCT ഓട്ടോമാറ്റിക് ആണെങ്കിൽ 20,25,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ 19.5 ലക്ഷം രൂപ. ആ ബഡ്ജറ്റിന് നിങ്ങൾക്ക് പാനോറമിക് സൺറൂഫ്, പവർ ടെയിൽ ഗേറ്റ്, അങ്ങനെ ഈ സെഗ്മെൻറ്റിൽ വാഹനങ്ങളിൽ കിട്ടുന്നതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെഗ്മെൻറ്റിലെ മോസ്റ്റ് പവർഫുൾ വാഹനങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ടെക്ട്രോൺ. അപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും ഓഫർ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഇത്രയും ഒരു എമൗണ്ടൊക്കെ എക്സ്ചേഞ്ച് ബോണസ് അത് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ കൊടുക്കണമെങ്കിൽ അത് നിസാനിന് മാത്രം പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിസാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ടെക്ട്രോൺ എന്നല്ല, നിസാൻ്റെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഈ വാഹനങ്ങളുടെയൊക്കെ അത്യാവശ്യം എല്ലാ വേരിയൻറ്റുകളും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ടെക്ട്രോണിൻ്റെയൊന്നും ബേസ് വേരിയൻറ്റ് വന്നു തുടങ്ങിയിട്ടില്ല. സെക്കൻഡ് വേരിയൻറ്റ് ഓൺവേർഡ്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പ്രത്യേകം നിങ്ങൾ നോക്കേണ്ടത് 5.5% ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. 7 കൊല്ലം വരെയുള്ള EMI ഓപ്ഷൻസും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.